എന്താ ഒരു ബഹളം? നമുക്ക് നോക്കാം. ജൂൺ 1-ാം തീയതി മുതൽ ഞങ്ങൾ സിനിമ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. അമ്മയുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. നേരത്തെ ഞാൻ ശ്രീ ജോയി മാത്യുവിനോട് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പറയുമെന്നാണ്. എന്ന് സുരേഷ് കുമാർ സാറൊക്കെ ആണെങ്കിൽ പോലും 6-ാം തമ്പുരാൻപുറത്തെ സിനിമകൾ എടുത്തിട്ടുള്ളതല്ലേ. ലാലേട്ടന്റെ കച്ചവടത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ അല്ലേ പുള്ളിയെ. എത്ര സൂപ്പർ ഹിറ്റ് പടങ്ങളാ പുള്ളി എടുത്തിട്ടുള്ളത് ലാലേട്ടനെ വെച്ചിട്ട്. അപ്പൊ അന്നൊന്നും ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പ്ലീസ് പ്ലീസ്. നീ എങ്ങോട്ടാ വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പം ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്, വെള്ളിത്തിര. അതിൽ കൂടെ ഞങ്ങൾ എല്ലാ കളക്ഷനും വെളിവിടും. പടച്ചോനെ, ഇത് പുലിവാലാവൂലോ? ഇത് പുലിവാലാവും. ശ്രീ ബൈജു കൊട്ടാരക്കര, അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിലുള്ള ഭിന്നത അത് പ്രകടമായ ഒരു കാര്യം തന്നെയാണ്. ഈ പ്രതിഫലം ഇന്നോ ഇന്നലെയോ ആണോ ഇവർ കൂട്ടിയത്? കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രതിഫലങ്ങൾ കുറയ്ക്കണം 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 എന്ന് ഈ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റ് ആയി പോകുന്നത്. ഇതുപോലുള്ള ബൂർഷാസികളുടെ തല വെട്ടുന്നതിന് നക്സലൈറ്റുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ ചെയ്യട്ടോ. എല്ലാ കാലത്തും മലയാള സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് താരങ്ങളെ വേണ്ട എങ്കിൽ അവരെ അഭിനയിപ്പിക്കേണ്ട, മറ്റുള്ളവരെ വെച്ച് അഭിനയിപ്പിച്ചു. താരങ്ങളെ വേണമെങ്കിൽ അവർക്ക് ഡിമാൻഡ് ഉണ്ട്, അതനുസരിച്ച് പ്രതിഫലം നൽകണം. ഇവിടെ ആര്? ട്രേഡേഴ്സിന്റെ മുതലാളി വിളിക്കയാളെ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അറിയത്തില്ലേ, സുരേഷ് കുമാർ പറഞ്ഞു 100% സത്യമാണ്. 100 കോടി ക്ലബിൽ കയറി, 200 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് അഭിനയിക്കുന്ന ഒരു ചെറിയ ആർട്ടിസ്റ്റ് പോലും അടുത്ത സിനിമയ്ക്ക് ചോദിക്കുന്ന 50 ലക്ഷം രൂപയാണ്. ഈ 50 ലക്ഷവും 1 കോടിയും 2 കോടിയും ഒക്കെ ആക്കി കൊടുക്കുന്ന ഈ നിർമ്മാതാക്കൾ തന്നെയാണ്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പവനായി വരുത്തുക. പവനായി? അതെ. എന്റെ ഒരു സുഹൃത്തുണ്ട് ഓസ്ട്രേലിയയിലെ, ഷിബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ഷിബു ആണ് മിക്കവാറും സിനിമകളുടെയൊക്കെ വേൾഡ് റേറ്റ് എടുക്കുന്നത്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഷിബുവിനെ സമീപിക്കും. എന്തിനാ? പണം മേടിക്കാൻ. ഈ പണം മേടിച്ചത് എത്ര സിനിമയുടെ പണം ഈ മനുഷ്യന് കിട്ടാനുണ്ടെന്നറിയോ? ഇയാൾ ഇതിനകത്തുണ്ടായിരുന്നോ? പിന്നെന്താ വിളിച്ചിട്ട് നിൽക്കാത്ത? ഓ, ചിലപ്പോ തല്ലുമെന്ന് ഭയന്ന. വിജയ, നിന്റെ കഥ എനിക്ക് തീരെ വിശ്വാസം വരുന്നില്ല. അടുത്തൊരു പ്രൊഡ്യൂസറിനെ ഈ അടുത്ത ദിവസം കാണാൻ വന്നിരുന്നു. കണ്ണിലൂടെ കരച്ചിലാണ് വരുന്നത്. ഞാൻ അന്നേരം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കരച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. കാരണം 6 കോടി എന്നോ മറ്റോ പറഞ്ഞിട്ട് 24 കോടി രൂപ ചെലവായ ഒരു സിനിമ ഇതുവരെയും റിലീസ് ആവാതെ പെട്ടിയിലിരിക്കുന്നു.